ബാഗിൽ പേനന്റെ മഷി പടർന്നൊലിച്ച വിഷമത്തിലാണ് വീട്ടിലെത്തിയത്. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് മതിയാവാത്തൊരു ബാഗാണ്. ഈ ബാഗിൽ നിന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. ആകമത്തെ ഒരു സാഡ് മൂഡായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ പറഞ്ഞത് പായസം ഉണ്ടെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, 10 മിനിറ്റത്തേക്ക് ഇരുന്ന് പായസം അങ്ങോട്ട് ആസ്വദിച്ച് കുടിച്ചു. ബാഗിന്റെ പുറമെ കാണാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് കളയുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ. ബാഗും ബാക്കിലെ സാധനങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10 കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫുള്ള് കുളിച്ചിട്ടാകും ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം തന്നെ ഞാൻ ആറിയ ഡ്രസ്സൊക്കെ അങ്ങോട്ട് മടക്കി കബോർഡിലേക്ക് വെച്ചു. കാരണം ഈ മഷിയുള്ളതൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കയ്യിലൊക്കെ മഷിയായിട്ട് വെള്ളക്കോട്ടിലോ മറ്റു ഡ്രസ്സിലൊക്കെ ആയാലും ഇത് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇന്ന് വൈകുന്നേരം മുതൽ എൻ്റെ ആലോചന നാളെ ഏത് ബാഗ് കൊണ്ടുപോകുന്നുള്ളതായിരുന്നു. അവസാനം ഈ ബാഗ് ഞാൻ ഫിക്സ് ആക്കി. കണ്ണടയുടെ മുന്നിൽ നിന്ന് ക്യാമറയുടെ മുന്നിൽ ഇതുപോലത്തെ ഷോ എനിക്ക് പതിവുള്ളതാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാളെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അയൺ ചെയ്യൽ പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് അതൊന്നും ഭയങ്കരമായിട്ട് മിസ്സാകുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കൽ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കിടന്നു.